ഇനി ആ ഉത്സവം ഒന്നാട് കഴിഞ്ഞു കിട്ടിയാലേ സമാധാനം ഉള്ളൂ. ആവശ്യമില്ലാത്തൊരു ഉത്തരവാദിത്വം തലയിൽ കയറ്റി വെച്ച മാതിരിയായി പോയത്. നല്ലതല്ലേ അത്? നാട്ടിലൊരു പൂരത്തിനൊക്കെ കമ്മിറ്റി ആകാന്ന് പറഞ്ഞാൽ അന്തസ്സല്ലേ? ഇതിപ്പോ എന്താ അറിയോ, കഴിഞ്ഞ കമ്മിറ്റിക്കാർ ചെയ്തൊരു പരിപാടിയാ. അവരെന്താ വെച്ചാൽ ഈ പൂരത്തിന് പൈസ കണ്ടമാനം പിരിച്ചു കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ ഒരു അവലോകന യോഗമൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഇവർ കണക്ക് അവതരിപ്പിക്കുന്നതിൽ എന്തൊക്കെ ഭയങ്കര പാളിച്ചകൾ പറ്റി. ഇത് ഞങ്ങളുടെ അവിടെ അമ്പലത്തിലും ഉണ്ടായി. ഈ ഉത്സവ കമ്മിറ്റിക്കൊക്കെ പിരിവ് എന്നിട്ട് ട്രഷറിന്റെ അടുത്തായിരുന്നല്ല കാശി. കണക്ക് അവതരിപ്പിക്കേണ്ടി വന്നപ്പോ ഇയാള് കാശ് മുക്കിയിട്ടുണ്ട്. അപ്പൊ ഇയാള് പറഞ്ഞ ഇയാള് വണ്ടിക്ക് വന്ന വഴി ഭാഗ്യത്തിന് പൈസ ഒന്നും പോയില്ല, റെസീറ്റ് ബുക്ക് മുഴുവൻ നഷ്ടപ്പെട്ടെന്ന്. അപ്പൊ കണക്ക് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഈ രാമേന്ദ്രൻ മാഷല്ലേ അതിന്റെ പ്രസിഡന്റ് നിങ്ങളുടെ? ഞാൻ ആ അവലോകന യോഗത്തിന് വെറുതെ പോയതാണ്. അതിലെല്ലാരും കൂടി പറഞ്ഞു പിടിച്ചിട്ട് ഇപ്പൊ അവസാനം എന്നെ ജോയിന്റ് സെക്രട്ടറി ആക്കിയിട്ട് ഇനിയിപ്പോ ഈ ഉത്സവം ഗംഭീരമായിട്ട് നടത്തിയില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അതിനും വേണ്ടിയിട്ടുള്ള ഓട്ടാണ് ഇപ്പോൾ. എന്താ ഗംഭീര പ്രോഗ്രാമുകളാണോ? പരിപാടി ഗംഭീരാണ്. കഴിഞ്ഞ പ്രാവശ്യം 3 ആന, ഇത്തവണ 4 ആന ഉണ്ട്. അയ്യോ, ആനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ അവിടെ ഉള്ള ജയപ്പമ്പലൂല്ലേ, അവിടെ ഒരു ആനനെ കൊണ്ടുവന്നിട്ടുണ്ടായി. തലച്ചിറ കേശവൻ. വെടിപ്പല്ല, അതിനെന്തോ അസുഖം ഉണ്ടെന്നോ, അതിന് ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്. തുമ്പിക്കൈനൊരു വിറവല്ലോ. ഇത് നമ്മള് മംഗലംകുന്ന് ഗണപതിയും പിന്നെ കേശവനും. ഇത് വന്നപ്പോ തൊട്ട് ഒരേ നിപ്പാണ്. പട്ട വെട്ടിയിടും, എങ്ങാട് പോണെന്ന് കാണാനില്ല, എഴുന്നള്ളിക്കാനും പറ്റിയില്ല. പിന്നെ അത് ഉത്സവം തീരുന്നതിന് മുമ്പ് പറഞ്ഞു വിട്ടായിന. പിന്നെ നീ മറ്റേ ഈ ആലിപ്പറമ്പ് കേട്ടിട്ടുണ്ട്? ആലിപ്പറമ്പ് ഇല്ല. ആലിപ്പറമ്പ് പിന്നെ അവിടെ ഉള്ള ഒരു ആളുടെയാണ് ഈ കൊട്ട് തായമ്പക. അതൊക്കെ ഗംഭീരാണ്. മട്ടന്നൂരിന് നമ്മൾ ആദ്യം നോക്കിയത്, പക്ഷെ അത് കിട്ടാൻ സാധ്യതയില്ല. ഈ നമ്മുടെ നടൻ ജയറാമിന് ഒരു ആന ഉണ്ടായി, പക്ഷെ അത് മരിച്ചുപോയി. ഈ ആന മരിച്ചു എന്നല്ലോ പറയാ, ആന ചെരിഞ്ഞു എന്നാ പറയാ. നീ മണ്ടത്തരം വേറെവിടെയും പോയി പറയണത്. ഇല്ല. അതേ, ഞാൻ ഈ ഉത്സവം കഴിയുന്നവരെ 6, 7, 8, 9 4 ദിവസം ഞാൻ ഉണ്ടാവില്ല കേട്ടാ. 4 ദിവസം ലീവ് വേണോ? പിരിവിന് പോണ്ടടാ, പൈസ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ നോക്കിക്കൊള്ളണം. നല്ല കാര്യത്തിനല്ലേ ഞാൻ നോക്കിക്കോളാം. നീ ഭക്ഷണം കഴിക്കണില്ലേ? വാ, ചായ കുടിച്ചിട്ട് പോ. ചായ അമ്പലത്തിന്. ഞാൻ അമ്പലത്തിൽ പോണോ? അമ്പലത്തിൽ കഴിക്കാം. അപ്പൊ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണത് വരാൻ. ഇനി ചായ കുടിക്കാൻ നേരം വൈകുന്നു. ഇതെന്താ നീ പറയെടുത്ത് മുമ്പിൽ പോണ പോലെ ഉണ്ടല്ലോ, നിന്റെ തിരക്ക് കണ്ട. എടി, കമ്മിറ്റിയിൽ കയറാനൊക്കെ ഒരുപാട് ആൾക്കാരാണ്. ഒരൊറ്റ മനുഷ്യ ഒരു പരിപാടിക്കും വരില്ല. ഞാൻ ചെന്നില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കും. ഒന്നും നടക്കൂല. കനകം ചെന്നിട്ടാണ് അവിടെ എല്ലാം ആന വരാനായിട്ട്. ഇതിന് മാത്രം പരിപാടിയൊന്നുമില്ല, 2-3 ആന വരണല്ലേ ഉള്ളൂ. അതേന്ന് ആ പഞ്ചാരി മേളത്തിന്റെ ഇതിന്റെ ഒക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യൊക്കെ വേണ്ടേ? കഴിക്കണില്ല അപ്പൊ? കഴിക്കണ്ട. എടാ, വേറെന്താ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു? പിന്നെ ആ കൊച്ചില്ലേ, ആ ടിവിയിൽ പറഞ്ഞ കൊച്ചില്ലേ, അതിന്റെ പരിപാടിയൊക്കെ ചിലപ്പോ നേരത്തെ വയ്ക്കും. അപ്പൊ വേഗം വന്നിട്ട് സീറ്റ് പിടിച്ച് മുമ്പിൽ ഇരുന്നോണ്ടില്ല, പിന്നെ സീറ്റ് ഒന്നും കിട്ടൂല. നീ അവിടെ രാവിലെ മുതലുണ്ടല്ലോ 2-3 സീറ്റ് അങ്ങ് പിടിച്ചിട്ടോ. ഈ പൂരത്തിന് എങ്ങനെയാണ് ഈ സീറ്റ് പിടിക്കണ പരിപാടി? ആളുകൾ വന്ന് തോന്നിയോടത്ത് കയറി ഞങ്ങള് വരുന്ന പറഞ്ഞാൽ മതി. നിന്റെ മറ്റേ അത് നടക്കും. അതെ, വന്നോളൂട്ടാ നേരത്തെ. ഉത്സവം ഈയങ്ങടത്ത് പൂട്ടിട്ട് ഞാൻ അമ്പലത്തിലേക്ക് ഉണ്ടായിരിക്കണ പൂരായിട്ട് ഇവിടെ അടിച്ചു പൊളിക്കാച്ചിട്ട് വരുമ്പോ നീ അങ്ങോട്ട് പോവാ. അതുകൊണ്ട് കാര്യമില്ല. അവിടെ ഒരുപാട് മെമ്പർമാരുടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. മെമ്പർമാരൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ അവിടെ ഒരു കാര്യത്തിനും ഒരു മനുഷ്യല്ല. ഞാൻ ചെന്നില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കൂല. നീ എന്താ നീ അതിന്റെ വലിയ തുമ്പത്തുള്ള ആളാ? ഞാൻ സെക്രട്ടറി അല്ലേ, ജോയിന്റ് സെക്രട്ടറി. അതിന്റെ ഗുണമൊക്കെ കാണാണ്ട് ആൾക്കാർ പറഞ്ഞിട്ട് ഇപ്രാവശ്യം പൊടിപ്പനാന്ന്. 3 ആന കണ്ടെന്ന് പറഞ്ഞിട്ട്. 3 ആന, പഞ്ചവാദ്യം, പിന്നെ ആലിപ്പറമ്പിന്റെ കൊട്ട് വേറെ ഉണ്ട്. അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ ഒരു രസമാണ്. അല്ല, നീ ഒരു സെക്രട്ടറി എന്നല്ലേ പറഞ്ഞു? ഒരു ആനവാലി സംഘടിപ്പിച്ചു തരാൻ പറ്റുള്ളൂ. ആനവാലോ? അതിനാണ് എന്താ അറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പേടി, ഞെട്ടി ഉണരുക. അപ്പൊ ആനവാല് മോതിരം ഉണ്ടാക്കി കെട്ടിയാലേ പേടി മാത്രം. എന്റെ അമ്മമാരോട് ഈ മണ്ടത്തരം പറഞ്ഞത്. ഇത്രയും വലിയ ഒരു ജന്തു, അതൊരു തോട്ടിക്കോലും മെല്ലിച്ചിട്ടൊരു മനുഷ്യനെ പേടിച്ചിട്ട് അത് നടക്കണത്. പിന്നെ ആ ആനയുടെ വാലിന്റെ മോതിരം കൊണ്ടുവന്ന് കെട്ടിയിട്ട് അമ്മാവന്റെ എന്ത് പേടി മാറുന്നതാണ് ഈ പറയുന്നത്? അതൊക്കെ പണ്ടുള്ളവർ അങ്ങനെ പറയാറോ? ഒന്നല്ലെങ്കിൽ വള കെട്ടി അല്ലെങ്കിൽ മോതിരം ഉണ്ടാക്കി കെട്ടിയാൽ പേടി മാറുന്നതാണ്. എനിക്കൊന്ന് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? എനിക്ക് സംഘടിപ്പിച്ചു തരാൻ പറ്റൂല. ആനവാല് കെട്ടാൻ. അല്ല, നീ ഊണയിക്കണ്ടാവില്ലേ? ഇല്ലല്ല, അമ്പലത്തിൽ ആനമോലാളിയാന്നാ മറ്റേ വിചാരം. ഞാൻ സംഘടിപ്പിച്ചേ. അയ്യോ വേണ്ട, നിന്റെ വാല് വേണ്ട. അതിനെ കൊണ്ട് പൊറുതി മുട്ടിട്ടിരിക്കുന്നു. എവിടെ വേ? തമാശ. എവിടെ വേ? രാവിലെ കണ്ടും പോയതാ. നോക്കി നടക്കടേ, താഴത്തോക്കി കിടക്ക്. നീ ഉത്സവമായിട്ട് ആശുപത്രിയിൽ നിന്ന് വന്ന് കിടക്കാൻ വയ്യാക്കി. ഇച്ചിരി പൈസ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാണ്ടേ? അത് ഞാൻ പാർട്ടി പ്രസിഡന്റിന് മെയിൽ അയച്ചോണ്ടിരിക്കുക. ഈ ഉത്സവം നടക്കുന്ന ദിവസമാണ് എനിക്ക് പാർട്ടിയും പ്രസിഡന്റൊക്കെ. ഇവിടത്തെ കാര്യങ്ങൾ ആലോചിക്കടാ. കാട്ടുകോഴിക്ക് എന്തോന്ന് ഉത്സവം, എന്തോന്ന് സംക്രാന്തി അമ്മാവാ. അല്ലടാ, നമ്മുടെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു കുട്ടി ഉണ്ടല്ലോ, അവരുടെ ഗാനമേളയാണ്. ഇന്ന് ഗാനമേള ഉണ്ടോ? അവരുടെ അടിച്ചാലേ പോയി കളിക്കാൻ പറ്റൂ.
ഉത്സവം ഉത്സാഹിക്കണമെന്നുള്ള മനസ്സ് എൻ്റെ കയ്യിലുണ്ട് അമ്മാവ. പക്ഷേ ഈ ഉത്സാഹം വരുത്താനുള്ള മറ്റേ ഉത്സാഹം എൻ്റെ കയ്യിലില്ല. അമ്മാവൻ്റെ കയ്യിലുണ്ട്. അമ്മാവൊന്ന് ഉത്സാഹിക്ക്. അമ്മാവന് ഉത്സാഹം അങ്ങ് നിർത്തി. അതെ അതെ, വയസ്സിന് മൂത്തവർ എന്തെങ്കിലും സംസാരിക്കാൻ അതിൻ്റെ ഇടയിൽ അഭിപ്രായം പറയാൻ വരരുത് കേട്ടോ. ക്ഷമിക്കണം. ആ, അതെ, ഞാൻ ചാവണേന്റെ മുമ്പെങ്കിലും എൻ്റെ ഒരു തുള്ളി എനിക്ക് കിട്ടുമോ? ഞാൻ എക്സൈസ് മന്ത്രി ആവട്ടെ, അമ്മാവനെ ഞാൻ അങ്ങോട്ട് സ്പിരിറ്റിലോട്ട് മുക്കി കൊല്ലും. പിന്നെ കൊല്ലം എന്തെങ്കിലും കഴിക്കാൻ ഇങ്ങ് വരാവോ? ആ, ഇതോടെ ഇന്നത്തെ സ്പെഷ്യല്. എന്നോ ആനമുട്ട പുഴുങ്ങിയത്. ആ, ആനമുട്ടയാണ് ഈ കുടുംബത്തിന്റെ ഒരു സൗന്ദര്യ രഹസ്യം ഇല്ലേടി. എന്നാ 2 ആനമുട്ട എടുക്ക്, അമ്മാവന് കൊടുക്ക്. ബാ 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 ബാ. അപ്പൂപ്പ അമ്മൂമ്മ ബലൂൺ വാങ്ങിച്ചേരോ? ഇത് അപ്പൂപ്പ അമ്മൂമ്മ ബലൂൺ. അപ്പൂപ്പനെ എവിടെ അമ്മൂമ്മ ബലൂൺ മേടിച്ചേരെ? അയ്യോ അതല്ല അപ്പൂപ്പ, ഒരു പി സാധനം ഉണ്ട്, നമ്മൾ പി ഇല്ലേ അതിന്റെ ഇവിടെ ഒരു ബലൂൺ കാണും. നമ്മളിങ്ങനെ ഊതുമ്പോ അതിങ്ങനെ ആവുമ്പം പ്രസ് ആവുമ്പോഴത്തേക്ക് അത് അമ്മൂമ്മ അപ്പൂപ്പ അമ്മൂമ്മ അപ്പൂപ്പ അങ്ങനെ ശബ്ദം കാണിക്കും. ആ, അപ്പൂപ്പ മേടിച്ചേരാട്ടാ. 2 വാങ്ങിച്ചേരോ? എന്തിനാ 2? കൂട്ടുകാർക്ക് എടുക്കാനാ. എന്നാ പിന്നെ ക്ലാസ്സിലെ മൊത്തം കുട്ടികൾക്ക് മേടിച്ചേരാടി. അത് കുഴപ്പമില്ല. തന്തയുടെ അതേ സ്വഭാവം. നനഞ്ഞേടം കുടിക്കിറങ്ങിയേക്കുക. അമ്മാവ ചായ എടുക്കണോ? വേണ്ട, ഇത്തിരി വെള്ളം മതി. വാടാ, ഇറങ്ങി. ദേ വരുന്നു, ദേ വരുന്നു. ഞാൻ ഒന്നിരുന്നൊന്ന് മയങ്ങിപ്പോയി. നേരെ മണിയില്ലേ? പിന്നെ എൻ്റെ പേര് പറയണം, അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു. ഞാൻ ഏറ്റവും നീ ഞാൻ പറഞ്ഞ അനുസരിച്ച് അങ്ങോട്ട് നിന്നാ മതി. കാരണം ഞാൻ പറഞ്ഞ സംശയം നമുക്ക് ഇറങ്ങാം. പോലെ അല്ല, ഞങ്ങളും പോയി പുറത്ത് പോയിട്ട് വരാം. പിന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഒരു 50 സെന്റ് സ്ഥലം കിടപ്പുണ്ടല്ലോ. അപ്പൊ അത് വാങ്ങാനായിട്ട് അമ്മ ഒരു പാർട്ടി നിൽപ്പുണ്ട്. അത് എത്രയും പെട്ടെന്ന് കൊടുക്കായിട്ടേക്കുവാ. എന്തെന്ന്? അവിടെ ഒരു സ്ഥലം വിൽക്കാനുണ്ടേ. ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഒരു 50 സെന്റ് സ്ഥലം, തെങ്ങുംപുരയിടം. ആ തെങ്ങുംപുരയിടം. അപ്പൊ അത് വിൽക്കാൻ വേണ്ടിട്ടേ ഒരാള് നമ്മുടെ വാങ്ങാണ്ട്. അപ്പൊ അതൊന്ന് കച്ചവടാക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ട്. ഏതാണ്? രാഘവൻ. ഗോപാലൻ. രാഘവന്റെ സ്ഥലം ഗോപാലൻ മേടിക്കണോ? അതെ. അപ്പൊ അതൊന്ന് കച്ചവടാക്കാൻ വേണ്ടിട്ട്. ഇന്നോ? ഇന്നിപ്പോ അങ്ങനെ കച്ചവടാക്കാൻ പോവണ്ട. തുടങ്ങി. ഒന്നുമല്ല, അമ്പലത്തിൽ ഉത്സവാന്നേ. അതല്ല, ഈ ഉത്സവ ദിവസമാകുമ്പോ വേറെ ബ്രോക്കർമാര് വരില്ല. ഇന്ന് കയ്യോടെ നടക്കും, നാളെ വേറെ വല്ലവരും വന്നാൽ കിട്ടണ കാശ് പുല്ലേ. ഇവക്ക് ഇതുപോലെ അറിയാമോ? വീട്ടിൽ ഇരുന്നിട്ട് പൈസ എന്ന് പറഞ്ഞാൽ മതി. നമ്മള് പിന്നെ നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ അങ്ങോട്ട് തെണ്ടാൻ പോവല്ലേ? ഈ ഉത്സവത്തിന് സമയം ഇനിയും കിടക്കല്ലേ, വൈകുന്നേരം അല്ലേ? ഇപ്പൊ മണി 3 ആയുള്ളൂ. വെള്ളം വെക്കല്ലേ? ഞങ്ങൾ ആ സ്ഥലം ഒന്ന് പോയി കണ്ടിട്ട് വന്നിട്ട് നമുക്ക് പോവാം. നിങ്ങൾ വരുമല്ല, ഞാനും കൊച്ചു ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. നീ എന്താ പറയണ? ചായ ഇവിടെ വന്നിട്ടേ കുടിക്കുള്ളൂ. ചായ നിങ്ങൾ കുടിച്ചില്ലെങ്കിൽ കുടിക്കണ്ട, എനിക്ക് അമ്പലത്തിൽ പോണം. ഇതറിയാലോ, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി അപ്പൊ എവള് തടസ്സം നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ എവളുടെ കൂടെ കൂടിയ ശേഷം ഞാൻ ഇങ്ങനെ മുരടിച്ചു പോയെ. അയ്യോ, എന്താ കയ്യാ? വരുവോ? എനിക്ക് അത്ര അറിയണം. വരുന്ന് തക്കളിമാളെ റെഡി ആയി നിൽക്കിട്ടാ. അങ്ങനെയെങ്കിൽ സത്യമായിട്ട് ഞാൻ കൊന്നു. ഞങ്ങൾ അതുവഴി യുഗാണ്ടേ പോവും. പോയിട്ട് ഇങ്ങോട്ട് വരുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയായിട്ട് പോവാലോ. കള്ളു കുടിക്കാനായിട്ട് പോണോ? അയ്യോ, ഞാൻ അമ്മ പോണ്ട, അമ്മ ഒരിടത്തും പോണ്ട. അയ്യോ, ഞാനായിട്ട് ഇനി നിങ്ങളെ മുരടിപ്പിക്കണില്ല. പോയി പൂത്ത് തളിർത്തിട്ടൊക്കെ വാ. ഓട്ടോക്കുള്ള പൈസ ഉണ്ടല്ലോ അല്ലേ? ആ കഞ്ചാലുണ്ട്, ഇങ്ങോട്ട് പോരെ. ആ അയ്യോ, പറ്റിക്കരുത്. റെഡി ആയിക്കേട്ടാ. നീ എന്താ എന്റെ കുന്തത്തിന്റെ മോളിൽ കയറി? നിങ്ങൾ വന്നേ, തലയിൽ രണ്ടിടട്ടെ. പഠിക്കട്ടെ. വേണ്ട. എന്റെ കൊച്ചേതേ അവിടെ ആ സൈഡിലിരിക്കണം, നോക്കടി. ഇതോ? ആ, വേഗം എടുത്തിട്ടേ. ഇതുവരെ ഉൾപ്പെട്ടില്ല അവിടെ. കഴിഞ്ഞില്ലേ? ഇവിടെ വാ. കിട്ടിയോ? മതിയോ? അങ്ങനെ സിപ്പിട്ടെ. ഈ പാല് കുടിച്ചേ. അയ്യോ, എനിക്ക് വേണ്ട. എന്റെ കയ്യേ വേണ്ട, കുടിക്കടി. എവിടെ ചെല്ലുമ്പോഴത്തേന് അമ്പലപ്പറമ്പ് കൂടി നടക്കേണ്ടതാ. ചൂട്. ആ, പതുക്കെ കുടിച്ചാ മതി. അവിടെ ഇത് അവിടെ നിന്ന് കുടിക്കാൻ മുടിയിട്ട് തരാം. അമ്മ ഞാൻ കെട്ടിയോലെ കെട്ട അറിഞ്ഞൂടാ. എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ നീ കെട്ടിയാ മതി. എപ്പോഴും ഒരു കെട്ടുണ്ട്, അത് മാത്രമേ കെട്ടുള്ളൂ ബാക്കിലോട്ട്. അതായിരിക്കും ഇന്നും കെട്ടാൻ പോണം. അതെ, നിന്നെ അവിടെ പെണ്ണ് കാണാൻ ആരും നിൽപ്പില്ല കേട്ടാ. എന്നാലും സ്ഥലത്ത് പോകുമ്പോ മര്യാദ പോണം. അത്രയൊക്കെ മര്യാദ മതി.
നീയേ ക്ലീറ്റോന്റെ മോളല്ലേ? തങ്കത്തിന്റെ അല്ലേ? ആണ് ക്ലീറ്റോന്റെ. നോക്കട്ടെ. അമ്മ ഞാൻ കെട്ടിയാ മതിയോ? വേണ്ട. അമ്മ ഞാൻ കെട്ടാന്ന്. മോനിക്ക. പറ്റിച്ച് വെച്ച്. ഇത് കെട്ട്, ഇത് കെട്ടാ ആദ്യം. അമ്മ ഇത് കെട്ടാ. പെണ്ണിനെ കൂടെ വലിയ പോടായിട്ട് എടുക്കാൻ കൂടെ. ഇല്ലെങ്കിൽ പഫ് വയ്ക്കാൻ ഒക്കില്ല. ഈ ക്ലിപ്പ് ഞാൻ വെച്ചോളാം. അമ്മയ്ക്ക് പോയാ ഇത് കുടിച്ചെടി. പോയാ കമ്മലിന്റെ ചെപ്പെടുത്തുണ്ടോന്നെ. അമ്മ ഞാനേ ഇന്ന് ആ വലിയ കമ്മലിടെ പലതൊന്നും ഇടണ്ട, കൊച്ചു സമ്മതിക്കും. അത് മതി. ഞാൻ വാച്ച് ഇട്ടോട്ടെ അമ്മ. ആ വാച്ചൊക്കെ വേണമെങ്കിൽ കെട്ടിക്കോ. പുതിയ വാച്ച്. അമ്മയുടെ തലയിലിരുന്ന സാധനം അവിടെ ഉണ്ടോ നോക്കിയ മോനെ. ഈ കമ്മലിടെ ഇട് ഇട്. അമ്മക്ക് എന്ത് യാത്ര. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ. ഇത് കുടിച്ചേ. അത് കുടിക്കാം. നീ അതാണ് വെച്ചോണ്ടിരിക്കും. അമ്മ അച്ഛനെ വിളിയമ്മ. അച്ഛനെയൊക്കെ വിളിക്കാം. നിന്റെ അച്ഛനോടല്ലോ ഫോണെടുത്ത്. ഫോൺ അവിടെ. എവിടെ? ദോ ഇരിക്കുന്ന. ക്ലീറ്റോനെ എപ്പോ പറഞ്ഞു വിട്ടാന്നറിയാമോ ഞാൻ. ശരിയാക്കണ്ട് ഞാൻ. കണ്ട എടുക്കാത്ത മനുഷ്യൻ. അപ്പൂപ്പനെ വിളിയെങ്കി. അപ്പൂപ്പനും എടുക്കണില്ല, ഇപ്പൂപ്പനും എടുക്കണില്ല. അമ്മ സമയായം. എനിക്ക് എന്തൊക്കെ വാങ്ങണമെന്നോ? എന്ത് വാങ്ങാൻ? എനിക്ക് അപ്പൂപ്പനും അമ്മമ്മയെ ബലൂൺ വാങ്ങിച്ചിടാന്നോ. ഞാനേ കാണാം അമ്മ. പെട്ടെന്ന് അമ്മ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? വരണ്ട ഇങ്ങോട്ട്. വിളിക്കേ. വിളിച്ചതല്ലേ ഇപ്പൊ. എനിക്കൊരു കാര്യം, കനകമാമനെ വിളി. സ്ഥലക്കച്ചവടം പറഞ്ഞു പോയൊക്കെ കനകമാമനെ ഒന്നും വിളിക്കാൻ പറ്റില്ല. നീ പോവണ്ട. അത് നല്ലത്. പിന്നെ അല്ലാതെ മനുഷ്യനായ ഒരു ഉത്തരവാദിത്തം വേണം. എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം മുങ്ങിവിടുന്ന്. കൊണ്ടുപോവല്ലേ. നീ ഇരുന്ന് മോങ്ങിക്കോ. നിനക്ക് മോങ്ങാനാ വിധി. പിന്നെ കൊതിപ്പിച്ച ഞാനാണോ? അത് വാങ്ങിച്ചാൽ ഇത് വാങ്ങിച്ചാൽ തോന്നൂല്ലോ. പാലോട് ചെടി അവിടെ ഇരിക്കട്ടെ. ഹലോ ഹലോ. ആ എടാ, ഇല്ല ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ നിക്കുക വീട്ടില്. ഇല്ലാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്ലീറ്റോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അവളിതേ കരഞ്ഞു വിട്ടിരുന്ന് ഉറങ്ങി. ഒറ്റയ്ക്ക് എങ്ങനെ എനിക്ക്. നീ ഒരു ഓട്ടോ പിടിച്ചോണ്ട് വരുമോ? ഞങ്ങളൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വേഗം. എടാ പാവോടാ അവള്. ഒരുങ്ങി നിക്കുക. ശരി ശരി. അരമണിക്കൂറാ? ശരി എന്നാ. കുഞ്ഞേ കുറച്ച് കഴിയുമ്പോ മാമൻ വരും. എഴുന്നേറ്റോ. തങ്കം ഇറങ്ങേ. പിന്നെ എന്താ 5 മിനിറ്റ്? കൊച്ചിറങ്ങി പോയി വിളിക്കട്ടെ. മോനെ മാമ വന്ന് എഴുന്നേറ്റ്. കൊച്ച എഴുന്നേക്ക് വേഗം. ആവട്ടെ തക്കളി. മോനെ പിന്നെ ഇടി. മാല ഇട്ടിട്ടില്ല ഈ പെണ്ണിനെ. ഞാൻ തക്കളി മോനെ. നിനക്ക് ഉത്സവത്തിന് പോണോ? നീ എന്തായിരുന്നു മരിക്കണേ? അതെ, ഞാൻ അവിടെ തിരക്കിന്റെ ഇടയിൽ നീ ഓടിപ്പടച്ച് വന്നത്. ക്ലീറ്റസ് എവിടെ പോ? ക്ലീറ്റോനെ ഞാൻ കണ്ടില്ല. അപ്പൊ ഈ വാതിലും ചെല്ലൊക്കെ നേരത്തെ അടച്ചു വെച്ചെന്താ കുഴപ്പം? ദേഷ്യമാനിട്ട് പരകാം. വരാന്ന് പറഞ്ഞു ഞാൻ. വരണ്ടായിരുന്നല്ലോ. വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുമാത്രം തിരക്കുള്ളതാണ്. അതിന്റെ ഇടയിൽ നിന്ന് വരും.
നീ പോയില്ലെങ്കിൽ അവിടെ പോയില്ലെങ്കിൽ മിനിമം ഉത്തരവാദിത്വം വേണം. എന്താ ഉത്തരവാദിത്തം ഞാൻ ഇല്ലാതെ കാണിച്ചത്? അപ്പൊ എന്താ നിനക്ക് ഈ ബാധകം ഇതൊക്കെ പൂട്ടിട്ട് റെഡി ആയിട്ട് ഇരുന്നാ കുഴപ്പം? ഞാൻ റെഡി ആയിട്ട് ഇരിക്കണം നിങ്ങളോട് പറഞ്ഞാലേ. റെഡി ആയിട്ടല്ലേ ഇരുന്ന് അവൾ ഉറങ്ങിപ്പോയത് എന്റെ കുറ്റാണോ? ക്ലീറ്റ് ഇങ്ങനെ കാണിച്ചത് എന്റെ കുറ്റാണോ? ക്ലീറ്റ വെറുതെ എന്നെ കൊണ്ട് വല്ല പറയിക്കരുത്. ഒന്ന് വണ്ടി കയറി. ഞാൻ വന്നില്ല. അങ്ങ് കളിക്കാൻ നിൽക്കരുത് കേട്ടോ, എനിക്ക് അവിടെ പണികളുണ്ട്. പൊക്കോളാനേ ചീത്ത പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകണ്ട. പോയി വണ്ടി കയറി, വണ്ടി പോയി കയറി. ദേഷ്യം വന്നിട്ട് എനിക്ക് ചുമ്മാ വഴക്ക് പറഞ്ഞോണ്ട്. ഹലോ, എന്തേ എന്ത് എപ്പോ? അയ്യോ, എന്നിട്ട് ആണോ? ആ ശരി ശരി, എഴുന്നേൽപ്പിന്റെ സമയത്താ? ആ ഞാൻ വന്നു 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 വന്നു. ആ ഇറങ്ങി 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 ഇറങ്ങി. ഉത്സവത്തിന് പോവല്ലേ? ഉത്സവത്തിനൊന്നും പോകില്ല, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. അതെ, ആ മറ്റേ ഉത്സവത്തിന് എഴുന്നള്ളിച്ചോണ്ടിരിക്കുമ്പോ ആന അടഞ്ഞ വലിയ ആനല്ലേ, ആ അത് അടഞ്ഞ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ആന ഞാനിട്ട് പോണ്ടേ? ഞാൻ കമ്മറ്റിക്കാരനാണ്. കമ്മറ്റിക്കാരനാണെങ്കിൽ എന്താ ആന അടഞ്ഞു നിൽക്കല്ലേ? അതെ, പക്ഷെ എവിടെ എവിടെയും ചോദിക്കില്ലേ? ആനയോ? വേണ്ട, തങ്ക ഈ കാണിക്കണത്. പിന്നെ ആന അടഞ്ഞ സ്ഥലത്തോട്ട് നിന്നെ ആരും അവിടെ അന്വേഷിക്കൂല. ഇപ്പൊ കനലില്ല. ആ ഉണ്ട് ചേട്ടാ, ഇവരുണ്ട് ഇവരുണ്ട്. അവിടെ കളിച്ചിട്ട് എനിക്ക് ദേഷ്യം എന്നെ അന്വേഷിക്കുന്നത്. ചവിട്ടി കൂട്ടുവാനാ. ഞാൻ വരില്ല, കളിക്കാൻ നിൽക്കല്ലേ. അതാ പറഞ്ഞ കളിക്കരുത്, നീ വേഷം കിട്ടല്ലേ? അയ്യോ എടാ, പോലെ 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 ഞാൻ പോയിട്ടറാന്ന്. ആന ചവിട്ടി കൂട്ടും നിന്നെ. ഒരു പ്രശ്നമില്ല മോളെ. ആ അവിടെ ഇരിക്കവിടെ. അല്ല ഞാനൊരു കാര്യം, നിങ്ങൾക്ക് എന്താണ്? അല്ലടാ പോയി ആനയുടെ ചവിട്ടുള്ളു. അപ്പൊ ആനയുടെ ചവിട്ട് കൊള്ളാണ്ട മാറി നിന്നാ പോരെ? എന്തിനാ ആന ഇടയണത് കാണാനോ? എടി അവിടെ എന്നെ അന്വേഷിച്ചു. എടാ പൊട്ട, അവിടെ നിന്ന് എല്ലാവരും ഓടി മാറുക. നീ അതിന്റെ കൂട്ടിലോട്ട് ചെന്ന് കയറണം. എന്ത് കാര്യത്തിന്? ഞാൻ അടഞ്ഞ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയി എന്ന് പറയും. അയ്യോ, പിന്നെ കനകനില്ലാത്തോണ്ട് അവിടെ ആനനെ നോക്കി ആൾക്കാർ ഇങ്ങനെ നിൽക്കുക. കനകം വന്നിട്ട് വേണം ഇനി മയക്കോടി വെക്കാൻ. പൊയ്ക്കാണോ അവിടെ നിന്ന് വേഷം കിട്ടി വർത്താനം കാണിക്കുന്നത്? എടാ ആന അപ്പുറത്ത് കൂടി പോകുമ്പോ നീ ഇപ്പുറത്ത് കൂടെ ഓടും. ആനയുടെ അടുത്തേക്ക് പോണ്ടെന്ന് വെച്ചാ പോരെ, മാറി നിന്നൂടെ? അതല്ലേ മാറി ഇവിടെ വന്നിരുന്നോ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ആനയുടെ അടുത്തോട്ട് പോവാൻ അവർ ആനയ്ക്ക് കനകനെ അറിയാൻ പാടില്ല, ഹവിൽദാരെ അറിയാൻ പാടില്ല. കനക, നീ വലിയ കമ്മറ്റിക്കാരനായിട്ട് ഇവിടെ വന്നിരിക്കണ? എടാ അമ്പലത്തിൽ ആന ഇടഞ്ഞടാ. വിവരം ഞാൻ അറിഞ്ഞു. അപ്പോൾ വിടണ്ടേ രണ്ടാളും കൂടെ? ആനയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നല്ലോ, സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു കൊണ്ടുവന്ന ആനല്ലേ? ആനക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഇറങ്ങട്. ഈ അമ്മാവനാണ് ഇതിനൊക്കെ കാരണക്കാരൻ. എന്റെ കനക ക്ലീറ്റസും അമ്മാവനും കൂടി ഒരു ചെറുതടിച്ചിട്ട് ആനപ്പാപ്പാനും ഒരു ചെറുത് മേടിച്ചു കൊടുത്ത്, എന്നിട്ട് ആനവാല് വേണമെന്നും പറഞ്ഞ് ഇയാൾ ആ വാലയെ പിടിച്ച് പറിച്ച് ആന വേദന എടുത്ത് സഹിക്കാതെ പ്രാന്ത് പിടിച്ച് ഓടേണ്. കമ്മറ്റിക്കാരറിഞ്ഞ് ഇയാളെ ചവിട്ടിക്കൊന്നാനെ. അമ്മാവൻ വാലയെ പിടിച്ച് പറിച്ചതും ആനക്ക് വേദന എടുത്തിട്ട് പുറംകാലിന് ഒറ്റ അടിയാണ് അമ്മാവനാ. ഭാഗ്യത്തിന് ഞാൻ അവിടെ പൂരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മാവൻ വന്ന് വീണത് എൻ്റെ വണ്ടിയുടെ മുമ്പിൽ. അമ്മാവനെ കണ്ട പാടി ഞാൻ എടുത്തുകൊണ്ടിങ്ങാണ്ട് പോന്നു. അല്ലെ കമ്മറ്റിക്കാർ ഇയാളെ തല്ലി കൊന്നാനെ. സ്ഥലക്കച്ചവടം പറഞ്ഞു പോയത് ആനയുടെ വാല് പറിക്കാൻ വേണ്ടിട്ടായിരുന്നല്ലേ? ദൈവമേ, എന്നിട്ട് ക്ലീറ്റോനെ കണ്ടല്ലേ പോയത്? ക്ലീറ്റോനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ കണ്ടില്ല അവനൊന്നും. കനക സത്യം പറയാലോ, എനിക്കൊരു ആനരോമം വേണമെന്ന് പറഞ്ഞപ്പോ ക്ലീറ്റസ് ആണ് 2 പെഗ് മേടിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കി തരാറ്. സത്യത്തിൽ ആനയുടെ രോമം പിടിച്ചു വലിച്ചത് അവനാ. പക്ഷെ ആന കാല് പൊക്കി അടിച്ചത് കൊണ്ടതിക്ക്. ഞാൻ മറിച്ചിട്ട് വീട്ടിങ്ങനെ നോക്കിയപ്പോ ക്ലീറ്റ് ഒരു തെങ്ങിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. അവന് മരം കയറാൻ അറിയില്ലല്ലോ. അല്ല തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ എങ്ങനെ ഇപ്പൊ തെങ്ങിന്റെ മുകളിൽ കയറി? Alien versus Alien.